ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റിന്റെ റിസൾട്ട് വന്നു അല്ലേ? സോ ഈ റിസൾട്ട് വന്നപ്പോൾ മുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്കായിരിക്കും, പ്രത്യേകിച്ച് LP-UP നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനു മുമ്പ് റിസൾട്ടും കൂടി വരണമല്ലോ. അപ്പോൾ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ? നമുക്ക് നോക്കാം. എല്ലാ പ്രാവശ്യങ്ങളിലും എങ്ങനെയാണ് റിസൾട്ട് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ ഗ്യാപ്പുകൾ നമുക്കൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പം ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അത്യാവശ്യം വേരിയേഷൻ വരുന്നൊരു കാര്യമാണ്. കൺക്ലൂഷൻ വളരെ ഇൻട്രസ്റ്റിംഗും ആണ്. നമുക്ക് നോക്കാം. ഏപ്രിൽ 2024 നടന്ന നോട്ടിഫിക്കേഷന്റെ എക്സാം എന്ന് പറയുന്നത് ജൂൺ 2024 സോ അപ്രോക്സിമേറ്റ്ലി 2 months ആണ് അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. വീണ്ടും 2-2.5 മാസത്തിന് ശേഷം സെപ്റ്റംബറിൽ റിസൾട്ട് വന്നു. സെപ്റ്റംബറിൽ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നവംബറിലാണ്. അപ്രോക്സിമേറ്റ്ലി അവിടെയും നമ്മുടെ മുന്നിൽ 2 months ഉണ്ട് അല്ലെ? അതിനുശേഷം 2 monthsനുള്ളിൽ, ഇതെല്ലാം 2 months ആണ്, ഇവിടെ വരുമ്പോഴും 2 months ആണ്. ജനുവരിയിൽ പരീക്ഷ നടന്നു. ഇവിടെ ഏപ്രിലോട്ട് റിസൾട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് വൈകി, കാരണം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരു 3rd month കൂടിയിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഏപ്രിലിൽ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ കുറച്ച് വൈകിയായിരുന്നു അല്ലെ? ജൂണിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഏപ്രിലിൽ റിസൾട്ട് വന്നു, മെയ്, ജൂൺ എൻഡോട് കൂടിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. സെപ്റ്റംബറിൽ പരീക്ഷ നടന്നു, റിസൾട്ട് ഡിസംബറിൽ വന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരില്ല, കാരണം ഇതിനു മുൻപുള്ള എല്ലാ പ്രാവശ്യങ്ങളിലും റിസൾട്ട് വന്നതിന് ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ മാത്രമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എന്നാൽ ഡിസംബറിൽ 2025 റിസൾട്ട് വന്ന അതേ മാസം തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരികയും ഫെബ്രുവരിയിൽ എന്ത് നടന്നു, പരീക്ഷ നടക്കുകയും ഇപ്പതാ മെയ്യിൽ റിസൾട്ട് വരികയും ചെയ്തു. സോ കൃത്യം ടൈം ഗ്യാപ്പിൽ തന്നെ, അതായത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, അപ്രോക്സിമേറ്റ്ലി അതായത് ഏകദേശം 2 മാസം, കറക്റ്റ് 2 മാസം കൂടി ഇല്ല, കറക്റ്റ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ നടന്നു. വീണ്ടും അവിടെ 2 മാസത്തിനുള്ളിൽ തന്നെ എന്ത് വന്നിരുന്നു, നമ്മുടെ റിസൾട്ടും വന്നിരുന്നു. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 നടന്ന റിസൾട്ട് അല്ലെങ്കിൽ വന്ന റിസൾട്ടിന് അതേ മാസത്തിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് മെയ്യിലാണ്. എന്തുകൊണ്ടാണ് ടുവേർഡ്സ് ദി എൻഡ് ആയപ്പം ഈ ഒരു ഹറിബറിയിലേക്ക് കാര്യങ്ങൾ വന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കോടതി വിധികൾ മാറി വരുന്ന സാഹചര്യത്തിൽ LP-UP വിജ്ഞാപനത്തിൽ ക്രൈറ്റീരിയ മാറുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ മാറുവാണ് എങ്കിൽ UPSCക്കാർക്ക് എന്ത് വേണം, കേറ്റഡ് കാറ്റഗറി 2 വേണം. സോ പരീക്ഷാഭവന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഡിസംബറിൽ റിസൾട്ട് വന്നു, അടുത്ത നോട്ടിഫിക്കേഷൻ അതേ മാസം വന്ന സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ജൂണിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജൂണിൽ അധ്യാപകർക്കായിട്ടുള്ള സ്പെഷ്യൽ എക്സാം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരെ ഒന്നും ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് 2026 ഡിസംബറിൽ നമ്മുടെ LP-UP നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇപ്പം ഈ ഒരു മാറി വരുന്ന വിധികളും ഒക്കെ കാരണം ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. എഴുതാൻ പറ്റുമോ, LP-UP എഴുതാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തൊട്ട് മുമ്പത്തെ പ്രാവശ്യം നടന്നതുപോലെ തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഒരു ജൂൺ മാസം, മാക്സിമം ജൂലൈ ഫസ്റ്റ് വീക്കിനുള്ളിൽ, ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ മാസം ജൂണിൽ തന്നെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഓഗസ്റ്റോട് കൂടി തന്നെ പരീക്ഷ നടക്കുകയും അതോടൊപ്പം തന്നെ ഒക്ടോബർ, നവംബറിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരികയും ചെയ്യും. അപ്പം ഡിസംബറിൽ എല്ലാവർക്കും സമാധാനത്തോടു കൂടി പരീക്ഷ എഴുതാം. സോ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ LP-UP എന്ന് പറയുന്ന വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് മുമ്പുള്ള ചെറിയൊരു കടമ മാത്രമാണ് കേട്ടിട്ട്. പക്ഷേ ചെറിയൊരു കടമ്പ എന്ന് പറഞ്ഞ് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. കാരണം ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ LP-UPയിലേക്ക് എത്താനും പറ്റുള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ വരാൻ പോകുന്ന കേറ്ററ്റ് എക്സാം, നിങ്ങൾ ഇതുവരെ ക്വാളിഫൈഡ് ആയിട്ടില്ല കേറ്ററ്റെങ്കിൽ, നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിക്കോട്ടെ എങ്കിൽ പോലും നിങ്ങൾക്ക് LP-UP എഴുതണമെങ്കിൽ K2 വേണം എന്നുള്ള തോട്ട് പ്രോസസ്സിൽ തന്നെ മുന്നോട്ട് പോവുക. നോട്ടിഫിക്കേഷനിൽ മാറ്റം വരാം, ഏജ് വൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാം, ക്വാളിഫിക്കേഷൻ വൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാം, എന്ത് വേണമെങ്കിലും വരാവുന്നതാണ്. സോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ പരീക്ഷ നടക്കുമ്പോൾ ഇനി അപ്രോക്സിമേറ്റ്ലി നമ്മുടെ മുന്നിൽ പരീക്ഷയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഏകദേശം 60 ദിവസത്തിന് താഴെയാണ് നമ്മുടെ, ഒരു 60 മുതൽ 70 ദിവസം വരെ മാക്സിമം നമുക്ക് മുന്നിൽ പരീക്ഷയ്ക്കായിട്ടുള്ളത്. ഈ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച്, ഈ പ്രാവശ്യത്തെ കേറ്റഡ് റിസൾട്ട് എന്ന് പറയുന്ന 5000-ലധികം റിസൾട്ടാണ് CC വാരി കൂട്ടിയിട്ടുള്ളത്.
ഏറ്റവും മികച്ച വിജയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തൊരു വിജയം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ ബാച്ചസ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഏറ്റവും മികച്ച കോച്ചിങ് പ്രോഗ്രാം തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെ ആവശ്യമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെ ആവശ്യമാണ്. സോ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തും, ഒരു ഡൗട്ടും വേണ്ട. ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് കേറ്ററ്റ് പഠിച്ച് LP UP കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള സെപ്പറേറ്റ് ബാച്ചസ് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ലൈവ് സെഷൻസും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും അങ്ങനെയെല്ലാം നിങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വീക്കസ്റ്റ് സബ്ജക്റ്റിനെ പോലും ഈസി ആക്കുന്ന സ്ട്രാറ്റജീസോട് കൂടി തന്നെയാണ് ഈ 10ാം വർഷവും ഞങ്ങൾ ഈ മേഖലയിൽ നിൽക്കുന്നത്. സോ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 വിളിക്കുക, ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ മുന്നിൽ സമയവുമില്ല, അവസരവുമില്ല. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.